ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിച്ചതാണ്. ഇത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് അതിന്റെ സപ്ലൈയിൽ ഉണ്ടാകുന്ന പ്രതികരണത്തിന്റെ തോതിനെ സപ്ലൈയുടെ വില ഇലാസ്തികത എന്ന് പറയുന്നത്. പ്രധാനത്തിലുള്ള അതായത് സപ്ലൈയിലുള്ള ശതമാനത്തെ വിലയിലുള്ള ശതമാനം കൊണ്ട് ഹരിച്ചാൽ എന്താണ് സപ്ലൈയുടെ വില ഇലാസ്തികത ലഭിക്കും. അതായത് ES പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈക്വൽ ടു സപ്ലൈ അളവിലെ മാറ്റത്തിന്റെ ശതമാനം ബൈ വിലയിലെ മാറ്റത്തിന്റെ ശതമാനം. അപ്പോൾ ES പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ പ്രധാനത്തിന്റെ അളവിലെ മാറ്റത്തിന്റെ ശതമാനം, സപ്ലൈയുടെ അളവിലെ മാറ്റത്തിന്റെ ശതമാനം ബൈ വിലയിലെ മാറ്റത്തിന്റെ ശതമാനം. അതാണ് ഇത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷന്റെ ബാക്കിയാണ് വരുന്നത്. പ്രധാന അളവിലെ ആനുപാതിക മാറ്റം ബൈ വിലയിലെ ആനുപാതിക മാറ്റം. അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരിക്കും പ്രധാന അളവിലെ മാറ്റം. ഇതാണ് പ്രധാന സപ്ലൈ ആണ്. ആദ്യത്തെ സപ്ലൈയിലെ മാറ്റം അളവ്. പിന്നെ എന്താ പറയുക ഹരിക്കണം. ഇതേ ഹരിക്കണം എന്താണ് വിലയിലെ മാറ്റം. പിന്നെ എന്താണ് ആദ്യത്തെ വില എന്താണ് Q എന്ന് പറയുന്നത് എന്താണ് അളവിനെ സൂചിപ്പിക്കണം. Q ബൈ Q സപ്ലൈയുടെ അളവിലെ മാറ്റം ബൈ ആദ്യത്തെ സപ്ലൈയുടെ അളവ് ഹരിക്കണം വിലയിലെ മാറ്റം ബൈ ആദ്യത്തെ വില സീക്വൽ അതന്നെ നമ്മൾ എന്താണ് കറക്റ്റ് ഫോർമാറ്റിലേക്ക് വരുന്നത് എന്താണ് Q ബൈ P ഇൻറ്റു P ബൈ Q എന്ന് പറഞ്ഞത്. ഓക്കെ. ഡിക്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഫസ്റ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ എന്താണ് കുറച്ച് ഡിഗ്രീസ് ഉണ്ട്. ഫസ്റ്റ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ. പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ എന്താ പറയുന്നത്? വിലയിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം സാധനത്തിന്റെ സപ്ലൈയിൽ അനന്തമായ മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിനെ പൂർണ്ണ ഇലാസ്തികത പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നു. ഇവിടെ ഇലാസ്തികതയുടെ മൂല്യം അനന്തമായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. എന്ത് പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈയില് വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കും. സപ്ലൈ എന്താണ്? ഇതാണ് സപ്ലൈ. നമ്മൾ പഠിച്ച സപ്ലൈ കർവ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. ഇതിന്റെ സപ്ലൈ കർവ് എങ്ങനെയാണ്? എന്താ ഇങ്ങനെയാണ്. അതാ പറഞ്ഞാൽ സപ്ലൈ പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈയില് പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ കർവ് എന്തായിരിക്കും? ഇതിലെന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഈ പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് വിലയിൽ എത്ര മാറ്റം സംഭവിച്ചാലും എന്താണ് അതിൻ്റെ സപ്ലൈ കർവ് എന്തായിരിക്കും? ഒരു മാറ്റം ഉണ്ടാവില്ല. സപ്ലൈ കർവിന് ഒരു മാറ്റം ഉണ്ടാവില്ല. വിലയിൽ എത്ര മാറ്റം ഉണ്ടായാലും സപ്ലൈ അതിൻ്റെ അളവിൽ യാതൊരു മാറ്റം
പറയുന്നത്. ഇവിടെ ഇലാസ്തികത എന്തായിരിക്കും? 0 ആയിരിക്കും. ഇലാസ്തികത 0 ആയിരിക്കും. നെക്സ്റ്റ് ആണ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. സപ്ലൈയുടെ ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തിന് തുല്യമാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് വിളിക്കും, അഥവാ സമ ഇലാസ്തികത എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ മൂല്യം എന്തായിരിക്കും? മൂല്യം 1 ആയിരിക്കും. ഇനി അടുത്തത് ഇലാസ്റ്റിക് സപ്ലൈ ആണ്. ഇലാസ്റ്റിക് സപ്ലൈ എന്താ പറയുക? സപ്ലൈയിലുള്ള ശതമാന മാറ്റം വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ഇലാസ്തികത പ്രധാനം എന്ന് പറയുന്നു, ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നു. ഇവിടെ ഇലാസ്തികതയുടെ മൂല്യം 1നേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഇതിലെന്താ പറയുന്നത്? വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതൽ എന്തായിരിക്കും? സപ്ലൈയിലുള്ള ശതമാന മാറ്റം കൂടുതലായിരിക്കും. ഇതാണ് എന്ത് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ES = 1. അതാണ് എന്ത് ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലാസ്റ്റിക് സപ്ലൈ എന്താ പറയുന്നത്? സപ്ലൈയുടെ ശതമാന മാറ്റം വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കുറവാണെങ്കിൽ എന്താണ്? അത് ഇൻഇലാസ്റ്റിക് ആണ്. അതായത് വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കുറവായിരിക്കുന്നുണ്ട് സപ്ലൈ ഉണ്ടാകുന്ന ശതമാന മാറ്റം. വാല്യൂ 1നേക്കാൾ കുറവായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. ഇലാസ്റ്റിക് സപ്ലൈ കർവിൽ ലെസ് ദാൻ 1 ആണ് വരുന്നത്. മൂല്യം എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും വരുന്നത്. Three factors determining elasticity of supply. അപ്പോൾ പ്രധാനത്തിൻ്റെ സപ്ലൈയുടെ ഇലാസ്തികതയെ തീരുമാനിക്കുന്ന 3 ഘടകങ്ങൾ ഏതാണെന്ന് നോക്കാം. കമ്മോഡിറ്റീസ് നേച്ചർ ഓഫ് കമ്മോഡിറ്റീസ് ഒരു സാധനത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്താ പറയുന്നത്? കേടായി പോകാൻ സാധ്യതയുള്ള സാധനങ്ങൾക്ക് ഇലാസ്തികതമല്ലാത്ത സപ്ലൈ ആണ് ഉള്ളത്. പിന്നെ എന്താണ്? ഈട് നിൽക്കുന്ന സാധനങ്ങൾക്ക് ഇലാസ്തികത സപ്ലൈക്ക് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്ത പോയിന്റാണ് ഉൽപാദന ചെലവ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ യൂണിറ്റിലുള്ള ഉൽപാദന ചെലവ് വലിയ തോതിൽ ഉയരുന്ന പക്ഷം സപ്ലൈ ഇലാസ്തികതമല്ലാതായിരിക്കും എന്ന് പറയാം. നേരെ മറിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ യൂണിറ്റിലുള്ള ഉൽപാദന ചെലവ് സാവധാനത്തിലേ കൂടുന്നുള്ളൂ എങ്കിൽ സപ്ലൈ ഇലാസ്തികതമായിരിക്കും. അടുത്താണ് സമയദൈർഘ്യം. ഹ്രസ്വകാലയളവിൽ പ്രധാനം, അതായത് സപ്ലൈ കുറഞ്ഞ ഇലാസ്തികതയുള്ളതായിരിക്കും. ദീർഘകാലയളവിൽ അതിന് കൂടിയ ഇലാസ്തികതയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് ഓറഞ്ചിന്റെ പ്രൈസ് 20 നിന്ന് 40 ആക്കിയപ്പോൾ അതിന്റെ മാർക്കറ്റ് സപ്ലൈ എന്തായി? 50 കിലോഗ്രാമിൽ എന്തായി? 100 കിലോഗ്രാമിലേക്ക്. അപ്പോൾ ഇതിന്റെ ഈ സപ്ലൈയുടെ ഇലാസ്തികത കാണാനാണ് പറഞ്ഞത്. ഇതിന്റെ ഇലാസ്തികത കാണാം. അപ്പോൾ P0 എത്രയാ?
പ്രൈസ് ആദ്യത്തെ പ്രൈസ് 20. അതിൻ്റെ ക്വാണ്ടിറ്റിയോ 50. പിന്നെ P1 20 നിന്ന് എത്രയാണ് 40 ആയി. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് 100. അപ്പോൾ ഇതിൻ്റെ എന്താ കാണണ്ടേ ES ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് Q1 by Q0 minus 1 by P0 by P1 by P0 minus 1. അപ്പോൾ Q1 എത്രയാണ് 100 by 40. ഇവിടെ 50 ആണ്. 50 minus 1 by 40 minus 40 by 20 minus 1. 600 by 1. ഇവിടെയോ by 2 by 1 is equal to 1 അല്ലേ. 1 by 1 is equal to 1. ഇതെന്താണ് ഈ 1 ക്ലാസ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ